ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്റിങ് ടെസ്റ്റും. ഓക്കെ, അപ്പോൾ ആദ്യം സബ്റിങ് എന്താണെന്ന് നോക്കാം. എ സബ്സെറ്റ് എസ് ഓഫ് എ റിംഗ് ആർ ഇസ് എ സബ്റിങ് ഓഫ് ആർ ഇഫ് എസ് ഇസ് ഇറ്റ് സെൽഫ് എ റിംഗ് അണ്ടർ ദ ഓപ്പറേഷൻസ് ഓഫ് ആർ. അതായത് ഒരു സബ്സെറ്റ് എസ്സിനെ നമ്മൾ സബ്റിങ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സബ്സെറ്റിന് റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം അണ്ടർ ദ ഓപ്പറേഷൻസ് ഓഫ് ദാറ്റ് റിംഗ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സബ്സെറ്റിനെ സബ്റിങ് എന്ന് പറയാം. അടുത്തത് സബ്റിങ് ടെസ്റ്റാണ്. ഇപ്പോൾ സബ്റിങ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് എ റിംഗ് ആർ ഈസ് എ സബ്റിങ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് ഇസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ സബ്ട്രാക്ഷന് ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കണം വെൻ എവർ എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എസ്. പിന്നെ മൾട്ടിപ്ലിക്കേഷന് ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് എ ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കണം വെൻ എവർ എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എസ്. അപ്പോൾ ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അതായത് നമ്മൾ ആദ്യം നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് സബ്റിങ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അതും സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യും. പിന്നെ തിരിച്ച് ഇത് സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണെന്ന് സപ്പോസ് ചെയ്യും. എന്നിട്ട് ആ നോൺ എംപ്റ്റി സബ്സെറ്റ് ഒരു സബ്റിങ് ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ആ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് സബ്റിങ് ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനിലും സബ്ട്രാക്ഷനിലും അത് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം എസ്സിന്ന് രണ്ട് എലമെൻറ്റ്സ് എയും ബിയും എടുത്തു. ദാറ്റ് എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എസ്. പിന്നെ ആ എസ് എന്ന് പറയുന്നൊരു സബ്റിങ് അല്ലയോ? സബ്റിങ് ആകുമ്പോൾ റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടെന്നല്ലേ അതിൻ്റെ ഡെഫിനിഷന് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് ആണ് എങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സായ മൈനസ് ബിയും ആൻ എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ എ കോമ മൈനസ് ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് എന്ന് എഴുതാം. പിന്നെ എസ് സബ്റിങ് അല്ലയോ? അപ്പോൾ റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടല്ലോ. അപ്പോൾ അത് അഡീഷണലി ക്ലോസ്ഡ് ആണ്. അതായത് അഡീഷണലി ക്ലോസ്ഡ് ആണെന്ന് പറയുമ്പം എയും മൈനസ് ബിയും ആൻ എലമെൻറ്റ് ഓഫ് എസ് ആണെങ്കിൽ എ പ്ലസ് മൈനസ് ബിയും ആൻ എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് എന്ന് കിട്ടി അല്ലേ? അതായത് സബ്ട്രാക്ഷന് ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. ഇതല്ലാന്ന് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. എയും ബിയും എസ്സിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക് എ മൈനസ് ബിയും എസ്സിലുണ്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ലെറ്റ് എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എ ബി എസ്സിലുണ്ടെന്നാണ് കാണിക്കേണ്ടത്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. കാരണം എസ് സബ്റിങ് ആണ്, റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് അല്ലയോ? കാര്യം റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എസ് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും എസ് ക്ലോസ്ഡ് ആണല്ലോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണെന്നുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പ്രോഡക്റ്റ് എ ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് ആണെന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഇംപ്ലൈസ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി കോൺവേഴ്സ് പാർട്ടാണ്. അതായത് കോൺവേഴ്സ്ലി നമ്മൾ സപ്പോസ് ചെയ്യുന്നു എസ് ഇസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് എന്ന് പറയുന്നത് ഒരു സബ്റിങ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സബ്റിങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സബ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് അത് റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അണ്ടർ ദ ഓപ്പറേഷൻ ഓഫ് ദാറ്റ് റിങ്. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഇത് റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ എസ് എന്തായും ഒരു സബ്റിങ് ആയി മാറും ആറിൻ്റെ. ഓക്കെ, അപ്പോൾ കോൺവേഴ്സ് പാർട്ട് നമ്മൾ സപ്പോസ് ചെയ്ത് എന്തായിരുന്നു? എസ് മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ക്ലോസ്ഡ് ആണെന്നാണ്. അപ്പം സബ്ട്രാക്ഷന് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഫോർ എവരി എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് എ മൈനസ് ബിയും ആൻ എലമെൻറ്റ് ഓഫ് എസ് തന്നെയാണ്. സോ ബൈ വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എസ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ആർ അണ്ടർ അഡീഷൻ. അപ്പോൾ അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. അതായത് എന്തായിരുന്നു? ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പും എച്ച് എന്ന് പറയുന്നൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെങ്കിൽ അത് സബ് ഗ്രൂപ്പ് ആവാനുള്ള കണ്ടീഷൻ എന്തുവായിരുന്നു? എ ബി ഇൻവേഴ്സ് ആൻ എലമെൻറ്റ് ഓഫ് എച്ച് ആയിരിക്കണം വെൻ എവർ എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എച്ച്. പക്ഷെ അത് മൾട്ടിപ്ലിക്കേഷനിലായിരുന്നല്ലോ, എ ബി ഇൻവേഴ്സ് ആൻ എലമെൻറ്റ് ഓഫ് എച്ച് വെൻ എവർ എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എച്ച്. അപ്പോൾ ഇങ്ങനൊരു ഇത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ നോൺ എംപ്റ്റി സബ്സെറ്റ് എച്ചിനെ ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് വിളിക്കും. പക്ഷേ അഡീഷനിലോട്ട് വരുമ്പോൾ നമുക്കറിയാം എ മൈനസ് ബി ആൻ എലമെൻറ്റ് ഓഫ് എച്ച് ആയിരിക്കണം വെൻ എവർ എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എച്ച്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ നോൺ എംപ്റ്റി സബ്സെറ്റ് എച്ചിനെ അതൊരു ജിയുടെ സബ് ഗ്രൂപ്പാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. അതായത് ഫോർ എവരി എ കോമ ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് എ മൈനസ് ബി ആൻ എലമെൻറ്റ് ഓഫ് എസ് ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? അതായത് അഡീഷനിലെ ആ കേസ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഇവിടെ ആൻ എലമെൻറ്റ് ഓഫ് എസ് ആണെന്ന് നമുക്ക് കിട്ടിയത് കൊണ്ട്
എന്ത് പറയാം, ആ എസ് എന്ന് പറയുന്ന നോൺ എംപ്റ്റി സബ്സെറ്റ് ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. 1 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് വെച്ച് നമുക്ക് അങ്ങനെ പറയാം. പിന്നെ നമുക്കൊരു തിയറം അറിയാം, എവരി സബ് ഗ്രൂപ്പ് ഓഫ് എൻ അബീലിയൻ ഗ്രൂപ്പ് ഈസ് അബീലിയൻ. അപ്പം ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. കാര്യം ഇവിടെ R എന്ന് പറയുന്നത് നമുക്കറിയാം അബീലിയൻ ഗ്രൂപ്പ് റിംഗ് ആയതുകൊണ്ട് അത് അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണ്. സോ ആ തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം, എവരി സബ് ഗ്രൂപ്പ് ഓഫ് എൻ അബീലിയൻ ഗ്രൂപ്പ് അബീലിയൻ ആണെന്ന്. ഇവിടെ നമ്മുടെ റിംഗ് ആറ് റിംഗ് ആയതുകൊണ്ട് അത് അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണ്. ഇപ്പം നമുക്ക് കിട്ടി ആറിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എസ് എന്ന്. അപ്പോൾ അതുകൊണ്ട് എസ്സും എന്ത് തന്നെയായിരിക്കും, അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണ്. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ, എസ് അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണെന്ന് വരെയാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എസ് സബ് റിംഗ് ആണെന്ന് അല്ലേ. എസ് സബ് റിംഗ് ആണെന്ന് കിട്ടണമെങ്കിൽ റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പം നമുക്ക് അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണെന്ന് വരെ കിട്ടി. ഓക്കെ, ഇനിയിപ്പം നമുക്ക് 2 പ്രോപ്പർട്ടീസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. എന്തൊക്കെയായിരുന്നു, ഒന്ന് മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം. അപ്പം അങ്ങനെയെങ്കിൽ ഇത്രയും കൂടെ പ്രോപ്പർട്ടീസ് എസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ്സിനെ എന്തെന്ന് പറയാം, സബ് റിംഗ് ആണെന്ന് പറയാം. സിൻസ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ, നമ്മുടെ R എന്ന് പറയുന്നത് എന്താണ്, റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അസോസിയേറ്റീവ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് റിംഗ് ആയതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നൊരു സബ്സെറ്റ് അല്ലയോ എസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, എസ്സും അസോസിയേറ്റിവിറ്റി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. കാര്യം അത് സബ്സെറ്റ് ആയതുകൊണ്ട്. സിമിലർലി എസ് സബ്സെറ്റ് ഓഫ് ആർ ആണ്. പിന്നെ ഈ R റിംഗ് ആയതുകൊണ്ട് അതിനെ ലെഫ്റ്റ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം എസ് സബ്സെറ്റ് ഓഫ് ആർ അല്ലേ, ഇപ്പം എസ് അതിനകത്ത് വരുന്നതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എസ്സിനും എന്തുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എസ് എന്താണ്, സബ് റിംഗ് ഓഫ് ആർ ആണെന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. താങ്ക് യു.